കാസർഗോഡ് നിന്ന് വരുന്ന ആ ഒരു വാർത്ത ഏറെ ഞെട്ടിപ്പിക്കുന്ന ഒന്നാണ്. ഒരുപാട് ചർച്ച ചെയ്യപ്പെടുന്ന ഒന്നായി മാറുന്ന ഒരു സാഹചര്യം കൂടി ഒരുങ്ങുകയാണ്. നമ്മുടെ സമൂഹത്തിൽ ഇങ്ങനെയൊക്കെ നടക്കുമോ എന്നുള്ളത് നമ്മൾ പലപ്പോഴും ഞെട്ടലോടെ അല്ലെങ്കിൽ വല്ലാത്ത അത്ഭുതത്തോടെ കേൾക്കും എന്നും പ്രധാനപ്പെട്ട കാര്യമാണ്. 16-കാരി പീഡനത്തിനിരയായ കേസ് നമ്മൾ ഒരുപാട് ചർച്ച ചെയ്യുന്നു. ഒരുപാട് കാര്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് ഓരോ ദിവസം പുറത്തു വരുന്നു. ഇപ്പോൾ ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങൾ കൂടുതലായി ഇതുമായി ബന്ധപ്പെട്ട് പുറത്തു വരികയാണ്. 25-കാരിയായ സ്നേഹ മെർലിൻ പലതവണ പെൺകുട്ടിയെ ലൈംഗികമായി പീഡിപ്പിച്ചുവെന്നാണ് പോലീസ് അന്വേഷണത്തിലെ ഏറ്റവും പുതിയ കണ്ടെത്തൽ. 16-കാരിയുടെ അമ്മയുടെ സുഹൃത്തായ സ്നേഹ 1 വർഷത്തോളം അവരുടെ വീട്ടിൽ താമസിച്ചാണ് ഈ പീഡനമൊക്കെ നടത്തിയിരുന്നത്. അമ്മ വീട്ടിലുള്ളപ്പോഴും ഈ പീഡനം നടന്നു എന്നാണ് പെൺകുട്ടിയുടെ മൊഴി ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ലഹരി വിൽപ്പന കേസിലെ പ്രതിയായ പെൺകുട്ടിയുടെ അമ്മയെ കണ്ണൂരിലെ ജയിലിൽ വെച്ചാണ് ഈ സ്നേഹ പരിചയപ്പെടുന്നത്. അപ്പോൾ ഈ അമ്മയുടെ ഈ പറഞ്ഞ പോലെ അമ്മയും ഒരു സമൂഹത്തിൽ കുറ്റവാളിയായ ഒരാളാണ്. ആ സംഭവം മുതലെടുത്തുകൊണ്ടാണ് ഈ സ്നേഹ എന്ന് പറയുന്ന 25-കാരി ഈ 16-കാരിയെ പീഡിപ്പിക്കുകയും മറ്റും ചെയ്തത്. 16-കാരിയെ മുൻപ് പീഡിപ്പിച്ച കേസിൽ കുട്ടിയുടെ സ്വന്തം അച്ഛനും നിലവിൽ പോക്സോ കേസിൽ പ്രതിയായി ജയിലിലാണ്. അങ്ങനെ നോക്കുമ്പോൾ വളരെ ഗൗരവതരമായ ഒരു സംഗതിയായി ഇത് മാറുന്നുണ്ട്. നമ്മുടെ സമൂഹത്തിൽ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഇങ്ങനെയൊക്കെ നടക്കുമോ എന്നൊക്കെ നമ്മൾ വല്ലാതെ ചിന്തിച്ചു പോകും. അതിനുള്ള ഒത്താശ ചെയ്ത് കൊടുക്കുന്ന നിരവധി ആളുകളുമുണ്ട് എന്നുള്ളത് പ്രധാനമാണ്. ആ പെൺകുട്ടി ദുർബലയായ ഒരു പെൺകുട്ടിയാണ്. ഏറ്റവും ഒടുവിൽ ഈ സംഭവങ്ങളെല്ലാം പുറത്തു വന്നപ്പോഴാണ് ഇത് മനസ്സിലാകുന്നത്. പക്ഷേ വർഷങ്ങളോളം തുടർന്നു എന്നുള്ളതാണ്. KV ബൈജു ഏറ്റവും പുതിയ വിവരങ്ങളുമായി ചേരും. ബൈജു, ഞെട്ടിപ്പിക്കുന്ന ഒരു ഇൻട്രോ ആണ് ഞാൻ വായിച്ചത്. നമുക്ക് വല്ലാതെ ഒരു മനസ്സിനൊരു വിഷമമൊക്കെ തോന്നുന്നു. ഒരു 16-കാരിക്ക് ഉണ്ടായ വിവിധ അനുഭവങ്ങളാണ്. ആദ്യം അതിൻ്റെ അച്ഛൻ അതിനെ പീഡിപ്പിക്കുന്നു, പിന്നീട് അമ്മയുടെ കൂട്ടുകാരെ പീഡിപ്പിക്കുന്നു. ഇനി ചോദ്യം ചെയ്ത് തുടങ്ങുമ്പോൾ അല്ലെങ്കിൽ കാര്യങ്ങൾ മനസ്സിലാക്കി വരുമ്പോൾ ഈ പെൺകുട്ടി എവിടെ നിന്നൊക്കെ ദുരിതം അനുഭവിച്ചു എന്നുള്ളത് കൂടി നമ്മൾ കുറച്ചുകൂടി മനസ്സിലാക്കേണ്ടി വരും. എന്താണ് ഇപ്പോൾ യഥാർത്ഥത്തിൽ പുറത്തു വരുന്ന പുതിയ വിവരങ്ങൾ ബൈജു? തീർച്ചയായും രഞ്ജിത്തെ, കഴിഞ്ഞ ദിവസമാണ് നമ്മൾ ഇതേക്കുറിച്ച് വിശദമായി റിപ്പോർട്ട് ചെയ്തത്. ഇപ്പോൾ ഞെട്ടിപ്പിക്കുന്ന വിവരമാണ്. അതായത് സ്നേഹ മെർലിൻ എന്ന് പറയുന്ന സ്ഥിരം പോക്സോ കുറ്റവാളിക്കെതിരെ ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നതെന്ന് പറയേണ്ടി വരും. അതായത് ഈ 16 വയസ്സുകാരിയായ പെൺകുട്ടിയെ ഇത്തരത്തിൽ 1 വർഷത്തോളം പീഡിപ്പിക്കുന്നുണ്ടായിരുന്നു എന്ന ഒരു വിവരമാണ് ഇപ്പോൾ പോലീസിന് ലഭിച്ചിട്ടുള്ളത്. ഈ കുട്ടിയെ വിശദമായി മൊഴി രേഖപ്പെടുത്തിയതോടുകൂടിയാണ് ഇത്തരം വിവരങ്ങൾ പുറത്തു വന്നത്. അതോടൊപ്പം ഈ കുട്ടിയുടെ അമ്മ ഈ ഇത്തരത്തിൽ ലഹരി വിൽപ്പനയുമായി ബന്ധപ്പെട്ട് കണ്ണൂർ സെൻട്രൽ ജയിലിലെ വനിതാ ജയിലിലായിരുന്നു, വനിതാ തടവുകാരിയായിരുന്നു. അവിടെ നിന്നാണ് സ്നേഹ മെർലിൻ ഇവരെ പരിചയപ്പെടുന്നത്. പിന്നീട് ജയിലിൽ നിന്നും ജാമ്യത്തിൽ ഇറങ്ങിയതിനു ശേഷം ഇവരുടെ വീട്ടിലേക്ക് താമസം എത്തുകയായിരുന്നു. അങ്ങനെ ഈ കുട്ടി ഭയം കാരണം ഇത് പുറത്തു പറഞ്ഞിരുന്നില്ല. ഏറ്റവും ഒടുവിൽ ചൈൽഡ് ലൈൻ പ്രവർത്തകർ വിശദമായ മൊഴി രേഖപ്പെടുത്തിയപ്പോഴാണ് ഇങ്ങനെ ഒരു പീഡനം നടന്ന വിവരം മുഴുവൻ പുറത്തു വരുന്നത്. അങ്ങനെ കുട്ടിയെ വിശദമായി മൊഴി രേഖപ്പെടുത്തിയതോടുകൂടിയാണ് ഇത്തരത്തിലുള്ള വിവരം കൂടി വരുന്നത്. രഞ്ജിത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ആ കുട്ടിയുടെ ഒരു അവസ്ഥ, കാരണം സ്വന്തം പിതാവാൽ ഇത്തരത്തിൽ പീഡനമേൽക്കേണ്ടി വന്ന, ലൈംഗികമായി പീഡനമേൽക്കേണ്ടി വന്ന ഒരു കുട്ടി, അതോടൊപ്പം അമ്മയുടെ കൂട്ടുകാരി സുഹൃത്ത്, അമ്മയുടെ ഒത്താശയോടെയാണ് തന്നെ ഇത് നടന്നതെന്ന് പറയേണ്ടി വരും. കാരണം അമ്മയുള്ളപ്പോഴും ഈ കുട്ടിക്ക് ഇത്തരത്തിൽ പീഡനം ഏൽക്കേണ്ടി വന്നു എന്നാണ് പോലീസ് പറയുന്നത്. അങ്ങനെയെങ്കിൽ അമ്മയുടെ ഒത്താശയോടുകൂടി ഈ സുഹൃത്തായി വന്ന സ്നേഹ മെർലിൻ ഇങ്ങനെ ഇത്തരത്തിൽ പീഡിപ്പിച്ചു എന്ന് വേണം പറയാൻ. ഏതായാലും സ്നേഹ മെർലിനെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ ദിവസം വിശദമായി നമ്മൾ റിപ്പോർട്ട് ചെയ്തതാണ്. 2024 മാർച്ച് 14 ആദ്യമായി ഒരു പോക്സോ കേസിൽ സ്നേഹ മെർലിൻ തളിപ്പറമ്പ് പോലീസിൽ അറസ്റ്റിലാകുന്നു. അതൊരു 12 വയസ്സുള്ള പെൺകുട്ടിയെ ഇത്തരത്തിൽ പീഡിപ്പിച്ചതിനാണ്. പിന്നീട് ആണ് ഞെട്ടിപ്പിക്കുന്ന മറ്റൊരു വിവരം വരുന്നത്. അതേ പെൺകുട്ടിയുടെ സഹോദരൻ, 15 വയസ്സുള്ള സഹോദരനെയും ഈ സ്നേഹ മെർലിൻ ഇത്തരത്തിൽ പീഡിപ്പിച്ചു എന്ന വിവരം പുറത്തു വരുന്നു. പിന്നീട് ആ ഒരു കേസ് കൂടി ഇവർക്കെതിരെ ഉണ്ടാകുന്നു. അതിനുശേഷവും പിന്നീട് വീണ്ടും ഒരു പോക്സോ കേസ്. അങ്ങനെ 3 പോക്സോ കേസ് നിലവിൽ ഇവർക്കുണ്ട്. 4ാമത്തെ പോക്സോ കേസാണ് ഇപ്പോൾ കാസർഗോഡ് ജില്ലയിലെ മേൽപ്പറമ്പ് പോലീസ് സ്റ്റേഷനിൽ സ്നേഹ മെർലിനെതിരെ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. അതോടൊപ്പം CPI ജില്ലാ കൗൺസിൽ അംഗം K മുരളീധരനെ ആക്രമിച്ച ഒരു ക്രിമിനൽ കേസും ഇവർക്കുണ്ട്. അതായത് ഇവർ ഒരു സ്ഥിരം കുറ്റവാളി എന്ന് പറയേണ്ടി വരും. അങ്ങനെയുള്ള ഒരാളെയാണ് ഇത്തരത്തിൽ ഈ സുഹൃത്ത് എന്ന് പറഞ്ഞ് വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവരികയും വെറും 16 വയസ്സ് മാത്രം പ്രായമുള്ള, ഒരുപാട് സ്വപ്നം കണ്ടു കഴിയുന്ന ഒരു പെൺകുട്ടിയെ സ്വന്തം അച്ഛനാൽ ഇത്തരത്തിൽ പീഡനമേൽക്കേണ്ടി വന്ന ആ ഒരു ഷോക്ക് ആ കുട്ടിക്ക് എത്രത്തോളം എന്ന് നമുക്ക് ഊഹിക്കാവുന്നേ ഉള്ളൂ. അതിനു പുറമെ അമ്മയും ഇത്തരത്തിൽ ഒരു സുഹൃത്തിനെ കൊണ്ടുവന്ന് ഇങ്ങനെ ചെയ്യിപ്പിക്കുന്ന സാഹചര്യം ഉണ്ടായത്. ഈ സ്നേഹ മെർലിനിലേക്ക് കാര്യങ്ങളിലേക്ക് വന്നാൽ ഇവർ നേരത്തെ പഴയ കേസുകൾ നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ആ കുട്ടിയെ ഭീഷണിപ്പെടുത്തി, അതോടൊപ്പം അവർക്ക് പാരിതോഷികങ്ങൾ, സ്വർണ്ണ ബ്രേസ്ലെറ്റ് ഒക്കെ നൽകിയാണ് ഇങ്ങനെ ഇത്തരത്തിൽ പീഡനം നടത്തിയത്. ആ പെൺകുട്ടിയുടെ മൊബൈലിൽ അശ്ലീല ദൃശ്യങ്ങൾ കണ്ടതോടുകൂടി സംശയം തോന്നി അധ്യാപകർ നടത്തിയ വിശദമായ കൗൺസിലാണ് ആ കുട്ടി ആ കാര്യം പോലും പറയുന്ന സാഹചര്യമുണ്ട്. അങ്ങനെ ഭയപ്പെടുത്തി ഇത്തരത്തിൽ സ്ഥിരമായി അത് പെൺകുട്ടികളെയും ആൺകുട്ടികളെയും
പെൺകുട്ടികളെയും ലൈംഗിക അതിക്രമത്തിനിടെ ഇരയാക്കുന്നു എന്നാണ് ഈ സ്നേഹ മെറിൽ എന്ന് പറയുന്ന പോക്സോ കേസിലെ സ്ഥിരം കുറ്റവാളിയുടെ സ്ഥിരം പതിവ്. ഏതായാലും ഇവരെ ഇപ്പോൾ പിടികൂട്ടിയിട്ടില്ല, ഇവരിപ്പോൾ ഒളിവിലാണ്. ഇവരെ ഉടൻ പിടികൂടാൻ കഴിയുമെന്നാണ് പോലീസ് പ്രതീക്ഷിക്കുന്നത്. മാത്രമല്ല, ഇത്തരത്തിൽ മറ്റ് എവിടെ നിന്നൊക്കെ എത്ര കുട്ടികളെ ഇവർ ഇത്തരത്തിൽ വലയിലാക്കിയിട്ടുണ്ട് അല്ലെങ്കിൽ ഇങ്ങനെ പീഡനത്തിന് ഇരയാക്കിയിട്ടുണ്ട് എന്ന കാര്യമൊക്കെ പോലീസ് അന്വേഷിക്കുന്നുണ്ടെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കും. അത് ഇവരെ കസ്റ്റഡിയിൽ എടുത്തതിന് ശേഷം ഇവരെ കൂടുതൽ ചോദ്യം ചെയ്താൽ മാത്രമേ അത്തരം വിവരങ്ങൾ പുറത്തു വരൂ. ഏതായാലും ഇവർ ഒരു സ്ഥിരം കുറ്റവാളിയാണ്, മാത്രമല്ല പോക്സോ കുറ്റവാളിയാണ്. 14-15 വയസ്സുള്ള ആൺകുട്ടികളെയും പെൺകുട്ടികളെയും ഇത്തരത്തിൽ പീഡിപ്പിക്കുന്ന ഒരു പ്രതിയാണ് ഈ സ്നേഹ മെർലിൻ എന്ന് പറയുന്ന തളിപ്പറമ്പ് സ്വദേശിനി. ഏതായാലും ഇവർക്കെതിരെ ഇപ്പോൾ 4ാമത്തെ കേസാണ് ഇപ്പോൾ കാസർഗോഡ് ജില്ലയിലേത്. അതോടൊപ്പം ഇവർക്ക് കൂടുതൽ കുട്ടികളെ ഇത്തരത്തിൽ ലൈംഗിക അതിക്രമത്തിന് ഇരയാക്കി എന്ന് തന്നെയാണ് പോലീസ് വിശ്വസിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവരെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്താൽ മാത്രമേ അത്തരം വിവരങ്ങൾ ലഭ്യമാകൂ, അവരെ അല്ലെങ്കിൽ പോലീസിന് കൂടുതൽ വിവരങ്ങൾ ലഭ്യമാകൂ. ഏതായാലും ഈ 16 വയസ്സുകാരിയെ വിശദമായി കൗൺസിലിംഗ് നടത്തിയതോടുകൂടിയാണ് ഇത്തരത്തിൽ ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങൾ പുറത്തു വന്നത്. നേരത്തെ ഉറങ്ങിക്കിടക്കുകയായിരുന്ന ഈ കുട്ടിയെ പീഡിപ്പിച്ചു എന്ന തരത്തിലായിരുന്നു വിവരമെങ്കിൽ അതല്ല. 1 വർഷമായി ഈ പെൺകുട്ടി നിരന്തരം ഈ സ്നേഹ മെർലിൻ എന്ന് പറയുന്ന 25 വയസ്സുകാരിയാണെന്ന് ഓർക്കണം, 25 വയസ്സുകാരിയുടെ പീഡനത്തിന് ഇരയാകേണ്ടി വന്നു എന്ന ഞെട്ടിപ്പിക്കുന്ന വിവരം. അതോടൊപ്പം ഈ അമ്മയും വീട്ടിലുണ്ടായിരുന്ന സമയത്ത് തന്നെയാണ് ഇത്തരം പീഡനം നടന്നത്. അമ്മ ജയിലിൽ വെച്ച്, അമ്മയും ഒരു ക്രിമിനലാണ്, ഒരു മയക്കുമരുന്ന് കേസിൽ പ്രതിയാണ്. അതോടൊപ്പം സ്വന്തം പിതാവ് മകളെ പീഡിപ്പിക്കുന്നു, ആ പിതാവും ഇപ്പോൾ ജയിലിലാണ്. അങ്ങനെയുള്ള ഒരുപാട് ഈ പെൺകുട്ടിക്ക് ഇത്തരം ഒരു സംഭവത്തിൽ ഇരയാക്കാൻ തക്ക വിധം ഒരുപാട് സാഹചര്യങ്ങൾ ഇവരുടെ വീട്ടിൽ തന്നെയുണ്ട്, അത് നമുക്ക് മനസ്സിലാക്കണം. അപ്പോൾ സ്വാഭാവികമായും ഇവരെ വീട്ടിൽ താമസിച്ചും ഈ പെൺകുട്ടിയെ ഇവർ പീഡിപ്പിച്ചിരുന്നു എന്നാണ് മനസ്സിലാക്കേണ്ടത്. അമ്മയുടെ ഒത്താശ ഉണ്ട് എന്ന് വേണമെങ്കിലും കരുതാമല്ലോ. അമ്മയും അത്ര ചില്ലറക്കാരിയൊന്നുമല്ല, അവരും ജയിലിൽ കഴിഞ്ഞ സ്ത്രീയാണ്, കഞ്ചാവ് കേസോ മറ്റോ ആണെന്ന് തോന്നുന്നു. അപ്പോൾ അങ്ങനെ ക്രിമിനൽ പശ്ചാത്തലമുള്ള ഒരു കുടുംബമാണ്, അച്ഛനും അമ്മയും സമാനമായി തന്നെയാണ്. ആ ഒരു സാഹചര്യം കൂടി കുട്ടിയെ ഇത്തരത്തിലൊരു ദുർഗതിയിലേക്ക് നയിച്ചു എന്ന് വേണം കരുതാൻ. ബൈജു, തീർച്ചയായും രഞ്ജിത്ത്, ഒരു സംശയവുമില്ല. അത് ഒരു പക്ഷേ ഈ സ്നേഹ മെർലിൻ ഇവരെ പരിചയപ്പെടുമ്പോൾ തന്നെ ഇവരുടെ ബാക്ക്ഗ്രൗണ്ട് ഒക്കെ മനസ്സിലാക്കി വെച്ചിട്ടുണ്ടാവും ജയിലിൽ നിന്ന് തന്നെ. അങ്ങനെ കൃത്യമായി ലക്ഷ്യമിട്ടായിരിക്കാം സ്നേഹ മെർലിൻ ഇവരുടെ വീട്ടിലേക്ക് വരുന്നതും ഈ കുട്ടിയെ ഇത്തരത്തിൽ ലക്ഷ്യമിട്ട് കുട്ടിയെ ഭയപ്പെടുത്തി ഇത്തരത്തിൽ പീഡനത്തിന് ഇരയാക്കി എന്ന് വേണം മനസ്സിലാക്കാൻ. അത് കൂടുതൽ വിവരങ്ങൾ പുറത്തറിയണമെങ്കിൽ ഇനി സ്നേഹ മെർലിനെ പോലീസ് കസ്റ്റഡിയിൽ എടുക്കേണ്ടതുണ്ട്, ഇവരെ വിശദമായി ചോദ്യം ചെയ്യേണ്ടതുണ്ട്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ 25 വയസ്സ് പ്രായം, ഇതിനിടയിൽ 4 പോക്സോ കേസുകൾ, അത് ആൺകുട്ടികളും പെൺകുട്ടികളും, അതോടൊപ്പം ഒരു രാഷ്ട്രീയ നേതാവിനെ, ജില്ലാ കൗൺസിൽ അംഗത്തെ, CPI ജില്ലാ കൗൺസിൽ അംഗത്തെ ആക്രമിച്ച ക്രിമിനൽ കേസ്. ഇത്രത്തോളം പശ്ചാത്തലമുള്ള ഒരാളാണ് ഈ സ്നേഹ മെർലിൻ. ഏതായാലും കൂടുതൽ ഇത്തരത്തിൽ കുട്ടികൾ ഇവരുടെ പീഡനത്തിന് ഇരയായിട്ടുണ്ടാകുമെന്ന് തന്നെയാണ് പോലീസ് പറയുന്നത്. അത് സ്നേഹ മെർലിനെ കസ്റ്റഡിയിലെടുത്ത് കൂടുതൽ ചോദ്യം ചെയ്താൽ മാത്രമേ അത് കണ്ടെത്താൻ സാധിക്കൂ. കാരണം കഴിഞ്ഞ കേസ് പരിശോധിച്ചാൽ 12 വയസ്സുകാരിയെ പീഡനത്തിന് ഇരയാക്കിയ എന്ന കേസിലാണ് ഇവർ അറസ്റ്റിലാകുന്നതും റിമാൻഡിലാകുന്നതും. പിന്നീട് ആണ് ഇവരെ ഈ കുട്ടിയെ കൂടുതൽ കൗൺസിലിംഗ് ചെയ്യുമ്പോഴാണ് സഹോദരനെയും കുട്ടിയുടെ തന്റെ സഹോദരനായ 15 വയസ്സുകാരനെയും പീഡനം ഏൽക്കേണ്ടി വന്നു എന്ന വിവരം പുറത്തു വരുന്നത്. അങ്ങനെ ഈ കേസിലും കൂടുതൽ കാര്യങ്ങൾ ഇവർ ഇത്തരത്തിൽ ഇതേ തരത്തിലുള്ള കുറ്റകൃത്യം ചെയ്തിട്ടുണ്ടാവും തന്നെയാണ് പോലീസ് പ്രതീക്ഷിക്കുന്നത്. ഏതായാലും ഇവർ തളിപ്പറമ്പിലായിരുന്നു. 1 വർഷത്തോളമായി നമ്മൾ പോലീസിൽ നിന്ന് മനസ്സിലാക്കുന്നതനുസരിച്ച് കാസർഗോഡാണ് ഇവരുടെ താവളം. ഇനി കാസർഗോഡും പരിസര പ്രദേശങ്ങളുമായി എത്ര കുട്ടികളെ ഇവർ വലയിലാക്കിയിട്ടുണ്ട്, ഭീഷണിപ്പെടുത്തിയിട്ടുണ്ട്, അല്ലെങ്കിൽ സ്വാധീനം ചെലുത്തിയിട്ടുണ്ട്, ഇത്തരം ലൈംഗിക അതിക്രമത്തിന് ഇരയാക്കിയിട്ടുണ്ടെന്ന കാര്യത്തിൽ ഇവരെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്താൽ മാത്രമേ അത്തരം വിവരങ്ങൾ ലഭ്യമാകൂ. ഏതായാലും പോലീസ് ഇവരെ കണ്ടെത്താനുള്ള ശ്രമം ഊർജിതമാക്കിയിട്ടുണ്ട്. ഇവർ ഇപ്പോൾ നിലവിൽ ഒളിവിലാണ്. ഈ സ്നേഹയ്ക്കെതിരെ മേൽപ്പറമ്പ് പോലീസിൽ ഇപ്പോൾ വീട്ടിൽ അതിക്രമിച്ച് കയറൽ, അതോടൊപ്പം ഇത്തരത്തിൽ ലൈംഗിക അതിക്രമം നടത്തൽ തുടങ്ങി പോക്സോ വകുപ്പുകൾ പ്രകാരം കേസെടുത്തിട്ടുണ്ട്. 20 വർഷം മുതൽ ജീവപര്യന്തം തടവ് ശിക്ഷ വരെ ലഭിക്കാവുന്ന കുറ്റകൃത്യങ്ങളാണ് ഇവർക്കെതിരെ ഇപ്പോൾ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. അത് പോലീസ് തന്നെ വ്യക്തമാക്കുന്നുണ്ട്. ഇവരെ കണ്ടെത്താനുള്ള ശ്രമം പോലീസ് ആരംഭിച്ചിട്ടുണ്ട്. എത്രയും പെട്ടെന്ന് ഇവരെ കസ്റ്റഡിയിലെടുക്കുക, കൂടുതൽ ചോദ്യം ചെയ്യുക. മറ്റ് ഏത് തരത്തിലുള്ള കുട്ടികൾക്ക് ഒക്കെ ഇത്തരത്തിൽ ഇവരുടെ ഭാഗത്തു നിന്നും ലൈംഗിക അതിക്രമം നേരിടേണ്ടി വന്നിട്ടുണ്ട്, അത്തരം കാര്യങ്ങൾ അറിയേണ്ടതുണ്ട്. പോലീസ് ആ ശ്രമത്തിലാണ് ഇപ്പോൾ ഉള്ളത്. ഏതായാലും മേൽപ്പറമ്പ് പോലീസ് പോക്സോ വകുപ്പ് പ്രകാരം നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ വീട്ടിൽ അതിക്രമിച്ച് കയറൽ, ഇത്തരത്തിൽ ലൈംഗിക അതിക്രമം നടത്തൽ തുടങ്ങിയ വകുപ്പുകൾ പ്രകാരമെല്ലാം ഇവർക്ക് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഇവരെ കണ്ടെത്തേണ്ടതുണ്ട്. ഇവരെ കണ്ടെത്താൻ പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. അതോടൊപ്പം ഇവരെ കണ്ടെത്താനുള്ള ശ്രമങ്ങൾ പോലീസിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നു. 16-കാരിയെ പിതാവ് പീഡിപ്പിച്ച ഒരു 16-കാരിയാണ്. അവരെ ഇപ്പോൾ 25 വയസ്സുള്ള ഒരു സ്ത്രീയും അവരും പീഡിപ്പിക്കുന്നു. പോക്സോ കേസും ഇവർക്ക് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. പോലീസ് അന്വേഷണം കാര്യക്ഷമമാണ്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ
സബ്സ്ക്രൈബ് ചെയ്യുക.